ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് നാളായിട്ടോ ലോങ് വീഡിയോസ് കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, ഒരു ഡെലിവറി സ്റ്റോറി ചെയ്താലോ എന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴും എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡെലിവറി സ്റ്റോറി, എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം എന്ന്. പിന്നെ എനിക്ക് ടൈമൊന്നും കിട്ടിയില്ല, പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ വിട്ടു. പിന്നെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്തായാലും ചെയ്തേ പറ്റുമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഒരു കുട്ടീനെ ഉറക്കുന്ന ഒരു വീഡിയോയിൽ എന്താ പറയുക, ഒരു കമൻറ്റ് വന്നിട്ടായിരുന്നു ഡെലിവറി സ്റ്റോറി ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഉറപ്പിച്ച് ചെയ്യാമെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ ടൈം അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും എൻ്റെ ഡെലിവറി സ്റ്റോറി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. അപ്പോൾ എന്താ പറയുക, നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ഒരു ഡെലിവറി സ്റ്റോറിയാണ്. അതായത് എല്ലാവരെ പോലെയൊക്കെ തന്നെ, പക്ഷേ ചെറിയ ഒരു കോംപ്ലിക്കേഷൻസും ചെറിയ കുറച്ച് കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ധൈര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. കാരണം ഞാൻ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഇതിൽ പറയും. കാരണം ഇത് കണ്ട ആരും ഇനി പേടിക്കൊന്നും വേണ്ട. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ നല്ല ക്ലിയർ ആയി നടന്ന കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് പറയും. കാരണം അത് അറിഞ്ഞിരിക്കണം. മിക്ക പെൺപിള്ളേരായാലും കല്യാണം കഴിക്കാൻ പോകുന്നവരായാലും പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരായാലും ആരായാലും 3-4 വർഷത്തിന് മുന്നായിരുന്നു ഫസ്റ്റ് ബേബി, സെക്കൻഡ് ബേബി, ഗേൾ ബേബിയാണ്. 2 പെൺകുഞ്ഞുങ്ങളാണ് എനിക്ക്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് ഡെലിവറി നടന്നത് സരോജ ഹോസ്പിറ്റലാണ് കേട്ടോ, തൃശ്ശൂർ സരോജ നേഴ്സിംഗ് ഹോമിലാണ് എൻ്റെ ഡെലിവറി നടന്നത്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതെന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പ്രസവം എന്നൊക്കെ കേട്ടാൽ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. പ്രസവം എന്നല്ല, എനിക്കൊരു സൂചി കുത്താൻ വരെ പേടിയുള്ള ഒരാളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ എന്നെ കുത്താൻ വരുന്നവർക്ക് എന്നെ പ്രാന്ത് പിടിക്കും. ഇത് എപ്പോൾ പേടി മാറിയിട്ട് എപ്പോൾ കുത്താനാണെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. 2 പറ്റുമെന്ന് എന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കളിച്ചിരിച്ച് നടക്കുന്ന ആ ഒരു ഇതിന് മാറി കല്യാണം കഴിച്ച് 2 പിള്ളേരുടെ അമ്മയ്ക്കായപ്പോൾ സന്തോഷം പ്ലസ് ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു ഫീലൊക്കെ എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് ഒരു 3.5-4 വർഷം മുന്നേ ആയിരുന്നു. ഇപ്പം എൻ്റെ രണ്ടാമത്തെ കൊച്ചിന് 5 മാസം ആവണുള്ളൂ, 4 മാസം കഴിയാറായി. അപ്പോൾ ഇപ്പം എൻ്റെ മൂത്ത മോൾക്ക് 4 വയസ്സ്. അവൾ LKG പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്തായിരിക്കുന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്കൊരു ദിവസം ഞാൻ കറക്റ്റായിട്ട് എനിക്ക് പീരീഡ്സ് വരുന്ന ആളാണ്. എല്ലാ മാസവും കറക്റ്റ് 28 ദിവസമാകുമ്പോൾ എനിക്ക് പീരീഡ്സ് വരുന്ന ആളാണ്. പെട്ടെന്ന് എനിക്ക് കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം ജൂലൈയിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ജൂലൈ ആഗസ്റ്റ് 2 മാസം കഴിഞ്ഞ് ഓണത്തിൻ്റെ സമയമായി, സെപ്റ്റംബർ ആ ടൈമായപ്പോൾ എൻ്റെ പീരീഡ്സ് ഡേറ്റ് കഴിഞ്ഞിട്ടും ഞാൻ പീരീഡ്സ് ആവുന്നില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ പീരീഡ്സ് ഡേറ്റിൻ്റെ അന്നാവും, അല്ലെങ്കിൽ അതിൻ്റെ 2 ദിവസം മുമ്പോ 1 ദിവസം മുമ്പൊക്കെ ഞാൻ ലേറ്റ് ആവൽ എനിക്ക് ഇതേവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് ഇങ്ങനെ വരാറില്ലല്ലോ. ഒന്നില്ലെങ്കിൽ 2 ദിവസം മുന്നാവും, അല്ലെങ്കിൽ ആ ഡേറ്റിനാവും. എനിക്ക് 8ാം ക്ലാസ്സിൽ ഞാൻ പ്രായപ്പെടുത്തി, അന്ന് തൊട്ട് അങ്ങനെയാണ്, ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് 2 ദിവസം കൂടി 3 ദിവസം കൂടി ഇപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ഇല്ലാതില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, പീരീഡ്സ് വരുന്നില്ല, 2-3 ദിവസം ഇപ്പോൾ ലേറ്റായി, അപ്പോൾ നിങ്ങൾ പോയി ഒരു UPT കാർഡ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ UPT കാർഡൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അങ്ങനെ ആളോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, UPT കാർഡ് എന്തായാലും നമുക്കപ്പോൾ നമ്മുടെ പീരീഡ്സ് ഡേറ്റ് കഴിഞ്ഞ് അപ്പം തന്നെ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ആളോട് UPT കാർഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ UPT കാർഡൊക്കെ വാങ്ങിച്ചു വെച്ചു. ഞാൻ എന്നിട്ടൊരു അവനെയും നോക്കാൻ വല്ല ഹോർമോണൽ ഇംബാലൻസ് കാരണം കല്യാണം കഴിഞ്ഞതല്ലേ, അതിൻ്റെ ആണോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്തു. പക്ഷെ ഒരു 6 ദിവസം കഴിഞ്ഞിട്ട് ആവണില്ല, 7 ദിവസം കഴിഞ്ഞിട്ട് ആവണില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മെൻസസ് ആവുന്ന പോലത്തെ ഒരു വേദന വരും. കാല് കഴയ്ക്കുക, എനിക്ക് ഈ മെൻസസ് ആകുമ്പോൾ ഭയങ്കര ബാക്ക് പെയിനും കാല് കഴപ്പൊക്കെയാണ്, ഭയങ്കര ബോഡി പെയിൻ, ഛർദ്ദിക്കാൻ വരിക, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുള്ള ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരു ഫീലും വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി മെൻസസ് ആവോ ഇതെന്താ അതേപോലെ തന്നെ പെയിനും കാര്യങ്ങളും വരുന്നുണ്ട്, പിന്നെ എന്താ ലേറ്റ് ആവണം എന്നും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണ്, ഈ മെൻസസ് ആവുന്നതിൻ്റെ അതേ ഫീലിങ്സ് തന്നെ നമുക്ക് പ്രഗ്നൻ്റ് ആവാനും തുടക്കത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കിട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു കാലുകഴപ്പും കൈകുഴപ്പും എന്ന് പറയുന്നത്, ഈ സംഭവം മെൻസസ് ആവുന്നതിൻ്റെ ആ ഒരു സംഭവം വന്നത് പ്രഗ്നൻസിയുടെ ഒരു സിംറ്റം ആയിരുന്നു. അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കി. എനിക്കത് 2 പ്രഗ്നൻസിയിലും ആ ഒരു സിംറ്റം ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പീരീഡ്സ് ആവുന്നതിന് മുന്നേ വരുന്നൊരു പ്രത്യേകതരം വേദനയും കാലുകഴപ്പും അസ്വസ്ഥതയും മൂഡ് സ്വിങ്സ് ഒക്കെ എനിക്ക് ഇതിലും ഫീൽ ചെയ്തു തുടക്കത്തിൽ.
പക്ഷെ ഞാൻ വിചാരിച്ചത് പീരീഡ്സ് ആവുന്നതാണ്. എന്നിട്ട് ഞാൻ ഡിബേറ്റ് ചെയ്തു, എന്തായാലും ഇന്ന് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ നാളെ ചിലപ്പോൾ ആവുമായിരിക്കും എന്ന് വിചാരിച്ച് കിടന്ന് ഉറങ്ങി. പക്ഷെ നാളെ ആയപ്പോഴും ആയിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു വേദന ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ലൂബ്രിക്കേഷൻ ആയിരുന്നു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് പീരീഡ്സ് ആവാനാണ്. ഭയങ്കര ലൂബ്രിക്കേഷൻ ആയിരുന്നു. അപ്പോൾ പക്ഷേ 7-8 ദിവസം കഴിഞ്ഞ് 9 ദിവസം കഴിഞ്ഞിട്ടൊന്നും ആയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 10ാമത്തെ ദിവസമായപ്പോൾ ഞാൻ കാലത്ത് ഒരു 6 മണി 6:30 നേരത്ത് ഫസ്റ്റ് യൂറിൻ ഞാൻ പാസ് ചെയ്ത് UPT ചെക്ക് ചെയ്തു. കറക്റ്റ് വേഗം തന്നെ 5 മിനിറ്റ്സിലൊന്നും ആയില്ല. അതിന് മുമ്പേ തന്നെ 2 ടിക്കും റിട്ടായി, UPT പോസിറ്റീവായി. അവർ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ പ്രഗ്നൻ്റ് ആയി. പ്രഗ്നൻ്റ് ആയതിനു ശേഷം എൻ്റെ ഒരു പ്രത്യേകത, എനിക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അനുഭവിച്ച കുറച്ച് ഇതുകൾ എന്താണെന്ന് വെച്ചാൽ, അമ്മയാവാൻ എളുപ്പമല്ല എന്ന് ഞാൻ അന്ന് തുടങ്ങി മനസ്സിലാക്കി. അമ്മയാവാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് വലിയൊരു എന്താ പറയുക, എല്ലാ അമ്മമാർക്കും ഒരു ബിഗ് സല്യൂട്ടാണ്. കാരണം അമ്മയാവാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എന്ന് ഞാൻ അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കി. കാരണം നമ്മൾ അത്രയും വേദനകളും മാനസികമായും ശാരീരികമായും എല്ലാ രീതിയിലും നമ്മൾ അനുഭവിച്ചിട്ടാണ് ഒരു കൊച്ചിന് ജന്മം നൽകുന്നത്. അത്രയും ക്ഷമയുള്ളവരാണ് സ്ത്രീകൾ. 10 മാസം ഒരു കൊച്ചിന് വയറ്റിൻ്റെ ഉള്ളിൽ ചോന്ന് നടക്കാനും വേണം ഒരു ക്ഷമ. ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളെ അപേക്ഷിച്ച് പെണ്ണുങ്ങളാണ് കേട്ടോ. ആണുങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആണ്, അല്ലാന്ന് പറയില്ല. പക്ഷെ പെണ്ണുങ്ങളാണ് മെൻ്റലി സ്ട്രോങ്. കാരണം അവർക്കൊരു കൊച്ചിന് ജന്മം നൽകുക എന്ന് പറഞ്ഞാൽ അവർ മെൻ്റലി, ഞങ്ങൾ ഇത്രയും വേദന അനുഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ 10 മാസം ഒരു കൊച്ചിനെ വയറ്റിൽ ചോന്ന് നടക്കണം, അത്രയും ക്ഷമയുള്ളവരാണ് സ്ത്രീകൾ കേട്ടോ. അത്രയും മെൻ്റലി സ്ട്രോങ് ആണ്. ഞാൻ അത്രയും വീക്കായിട്ടുള്ള, ഞാൻ ദത്തെടുക്കുള്ള കുട്ടികളെ, ഞാൻ ദത്തെടുക്കുള്ളൂ, എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ആളായിരുന്നു ഞാൻ 2 തെറ്റില്ലേ. അപ്പോൾ എനിക്കും പറ്റും, എനിക്കെന്നല്ല ഏത് സ്ത്രീകൾക്കും പറ്റും. ക്ഷമ ഉണ്ടാവണം. പിന്നെ അപ്പോഴാണ് നമ്മൾ നമ്മുടെ സ്വന്തം അമ്മയുടെ വില മനസ്സിലാക്കുക. ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളെ വളർത്തിണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്രയും നമ്മളെ അമ്മയുടെ വില നമ്മൾ മനസ്സിലാക്കുക. അമ്മോട് നമ്മൾ കുറേ തല്ലൂടൊക്കെ പിടിക്കും, വായില്ല എന്തൊക്കെയോ പറയുന്നില്ല. നമുക്ക് നമ്മുടെ അമ്മമാർ ജീവനാണ്. പക്ഷേ നമ്മൾ തല്ലൂടുമ്പോൾ എന്തൊക്കെ പറയുന്നത് മാത്രം. പക്ഷെ അമ്മ എന്ന് പറയുന്നതാണ് നമ്മുടെ കാണപ്പെട്ട ആദ്യത്തെ ദൈവം. അത് മനസ്സിലാക്കണം എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനങ്ങനെ പ്രഗ്നൻ്റ് ആയി 10 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ഊണുമേശയിൽ ഇരുന്നപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കറിയായിരുന്നു, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കൂർക്കപ്പേരി ആയിരുന്നു കറി. കൂർക്കപ്പേരി ഞാനിങ്ങനെ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് തിന്നണ ആളാണ്. അപ്പം അന്ന് ഞാൻ കൂർക്കപ്പേരി ആണല്ലോ കറി എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് കൂർക്കപ്പേരിയൊക്കെ എടുത്ത് ചോറുണ്ണാൻ വന്നിരുന്നപ്പം കൂർക്കപ്പേരി കുറച്ച് വായിലേക്ക് ഇങ്ങനെ വെക്കില്ല, എനിക്ക് ഓക്കാനം വന്നു. ഞാൻ ഓടിപ്പോയി ഛർദ്ദിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങട് 6.5 മാസം എനിക്ക് നിർത്താത്ത ഛർദി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഛർദിക്കും, അങ്ങോട്ട് തിരിഞ്ഞാൽ ഛർദിക്കും, നിന്നാൽ ഛർദിക്കും, ഇരുന്നാൽ ഛർദിക്കും, എന്തെങ്കിലും മണം കേട്ടാൽ ഛർദിക്കും, എന്തെങ്കിലും വായിക്ക് വെച്ചാൽ ഛർദിക്കും. വെള്ളം എന്ന് പറഞ്ഞ സാധനം എനിക്ക് തൊടാൻ പോയിട്ട് നോക്കാൻ പോയിട്ട് അത് ഇഷ്ടമല്ലായിരുന്നു. വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. വെള്ളം കുടിക്കുമ്പോൾ എന്തോ വിഷം കുടിക്കാൻ പോണ പോലെ. എനിക്ക് വെള്ളത്തിനോട് ഒരു ഇഷ്ടമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ സോഡയൊന്നും കുടിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് ചെറുനാരങ്ങ വെള്ളം, കരിക്കും വെള്ളം, സംഭാരം ഇതൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ 6 മാസം കഴിച്ചു കൂട്ടിയത്. വെള്ളം കുടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. മിക്ക സ്ത്രീകൾക്കും അങ്ങനെയായിരിക്കും, വെള്ളത്തിനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ അതുപോലെ ഒരൊറ്റ ഫുഡ് നമുക്ക് വായിൽ വെക്കാൻ പറ്റില്ല. ഈ ഇറക്കണം എന്ന് ആഗ്രഹമുണ്ട്, വിശക്കുന്നുണ്ട്, എന്നാൽ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റില്ല. വായ കഴിക്കുക, ഛർദ്ദിക്കാൻ വരിക, എന്തൊക്കെയോ തലയ്ക്ക് മത്ത് പിടിച്ച പോലെ, എന്തോ നമുക്ക് അസുഖം വന്ന പോലെ, എന്തോ വലിയ അസുഖം വന്ന പോലെയാണ് നമുക്ക്. അസുഖമല്ല പ്രഗ്നൻസി, പക്ഷെ എന്തോ അസുഖം വന്ന കൂട്ടാണ്. ഫുഡേ കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഛർദിയായിരുന്നു. എൻ്റെ ബക്കറ്റായിരുന്നു, എൻ്റെ അടുത്ത് എപ്പോഴും ബക്കറ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസിയുടെയും സെക്കൻഡ് പ്രഗ്നൻസിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പറയണേ. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ, ഇതേ സെയിം സിംറ്റംസും ഇതേ സെയിം ഈ ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിക്കും. ഇതേ സെയിം ഛർദി, 6 മാസം വരെയുള്ള ഈ ഛർദി, ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടിരിക്കുക, ഗ്യാസിൻ്റെ പ്രോബ്ലം, ഇതൊക്കെ എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിക്കും സെയിം. 2 ആഴ്ച പ്രഗ്നൻ്റ് ആയി 1.5 ആഴ്ച 2 ആഴ്ചയാകുമ്പോഴേക്കും തുടങ്ങി. സെയിം ചന്ദനത്തിയുടെ മണം പറ്റില്ല, പുകയുടെ മണം പറ്റില്ല, അരിയുടെ മണം പറ്റില്ല, എന്തൊക്കെയോ മണങ്ങളൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്മെല്ല് പോലും എനിക്ക് പറ്റില്ല. ആളിൻ്റെ അടുത്തേക്ക് തന്നെ എന്ന് പറയും, എനിക്ക് മണം പറ്റുന്നേ ഇല്ല. അതുപോലെ എൻ്റെ മോളുടെ തലമുടിയുടെ മണം എനിക്ക് പറ്റുന്നില്ല. ആദ്യമൊക്കെ അവളെ എങ്ങനെയെങ്കിലും കെട്ടിപ്പിടിച്ച് ഉമ്മിച്ച് മണക്കണതാണ്. പ്രഗ്നൻ്റ് ആയപ്പോൾ കൊച്ചിൻ്റെ സ്മെല്ലും പറ്റാണ്ടായി തുടങ്ങി. മുട്ട, പാല്, ഇറച്ചിയൊന്നും എനിക്ക് കണ്ടുകൂടാണ്ടായി. ഒരു 6-6.5 മാസത്തെ കാര്യം പറയണേ. ഇത് ഫസ്റ്റത്തേലും സെക്കൻഡിലത്തും സെയിം ആയിരുന്നു കേട്ടോ. വെള്ളം കുടിക്കാൻ പറ്റില്ല, ഇങ്ങനെയായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ കഴിച്ചു കൂട്ടി. അതാണ് പറഞ്ഞത്, എളുപ്പമല്ല നിസാരല്ല. എന്താ പറയുക, മടുത്തൊരു വിഷയമാണിത്. മടുത്തു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, അങ്ങനെയായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ. ഫുഡ് കഴിക്കാനൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ കുക്കുംബർ, നാരങ്ങ, പിന്നെന്താ പൊടിയരിക്കഞ്ഞി, സംഭാരം, പിന്നെ ചോറൊക്കെ 2 വറ്റ്, അത് എങ്ങനെയൊക്കെയോ കഴിക്കണ്ടേ, കൊച്ചിനെന്തെങ്കിലും കിട്ടണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, കിട്ടുന്ന കിടപ്പ് എന്ന് പറയാലോ. നമുക്ക്
കിടന്നോടത്തുനിന്ന് ഇരിക്കാൻ തോന്നില്ല, ചുരുണ്ടു കൂടി കിടക്കുക. ഞാൻ ഫസ്റ്റത്തേലും അതെ സെക്കൻഡേലത്തും അതെ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നതിന് മുമ്പ് ഞാൻ 46 കിലോ ഉണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയി ഞാൻ 5 മാസം ആയപ്പോഴേക്കും ഞാൻ 38 കിലോനായി വെയിറ്റ് കുറഞ്ഞിട്ട്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു നമിത ഇങ്ങനെ പറ്റില്ല, വെയിറ്റ് കുറഞ്ഞാൽ കുട്ടിക്കും വെയിറ്റ് കുറയും, പ്രീമച്വർ ബേബി ആവും, തനിക്കും ക്ഷീണാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നാലും എനിക്ക് പറ്റുണ്ടായിരുന്നില്ല. പിന്നെ 6-6.5 മാസം ആയപ്പോൾ തൊട്ട് ഞാൻ ഫുഡ് ഇത്തിരി കഴിച്ചു തുടങ്ങിയത്. അങ്ങനെ ഒരു 6.5 മാസം തൊട്ട് 9 മാസം വരെ കഴിച്ചതിൻ്റെ ഒരു ഇതാണ്. കുട്ടിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, കുട്ടിക്ക് വെയിറ്റ് തൂക്കം കുറവ് തന്നെയായിരുന്നു. രണ്ടുപേരും 2,500 തികച്ചുണ്ടായിരുന്നില്ല. പിന്നെ താഴെയുള്ള കൊച്ചിനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാണ്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സെയിം അതേ സിംറ്റം തന്നെയായിരുന്നു ഇതിന്. അതും ഞാൻ ഈ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഒരു 5-6 മാസം ആകുമ്പോഴേക്കും ഞാൻ 41 കിലോൻ്റെ അടുത്തൊക്കെ ആയി. മറ്റേത് 45 കിലോ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ്. ഒരു 4 മാസം 5 മാസം പ്രഗ്നൻ്റ് ആയപ്പോഴത്തേനും 38 കിലോൻ്റെ അടുത്തൊക്കെ ആയി. ഈ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ 54 കിലോ ഉണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ പ്രഗ്നൻസിയിൽ ഇതൊരു 5-6 മാസമായപ്പോൾ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ 41 കിലോൻ്റെ ഒക്കെ അടുത്തായി. അപ്പോൾ അത്രയും കിലോ കുറയാണ്, അത്രയും മാസം ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റാണ്ട് എന്തൊക്കെയോ കഴിച്ചേ പറ്റൂ എന്നുള്ള ഇതിന് വേണ്ടി മാത്രം എന്തൊക്കെയോ ചെറുതായി കഴിച്ചു കൂട്ടിയിരുന്നല്ലാണ്ട് ഒരു ശരിക്കും ഫുഡേ കഴിച്ചിട്ടില്ല എന്ന് പറയാം. എങ്ങനെയാണ് സർവൈവ് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ദൈവത്തിൻ്റെ ഒരു ഇതും നമ്മുടെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടൊക്കെയാണ്, ഡോക്ടേഴ്സിൻ്റെ ആയാലും സപ്പോർട്ടൊക്കെ കാരണമാണ് നമ്മളിങ്ങനെ പോയത്. ഫസ്റ്റ് പ്രഗ്നൻസിക്ക് എനിക്ക് ഉരുണ്ടിട്ട് വയറിങ്ങനെ കുറവായിരുന്നു. 7 മാസം 8 മാസമായിരുന്നു വയറേ ഉണ്ടായിരുന്നില്ല. 9 മാസമായപ്പോഴും കുറച്ച് വയറ് വന്നു, അങ്ങനെയായിരുന്നു. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിക്ക് എനിക്ക് വയറ് ഭയങ്കര വലുതായിരുന്നു. ഇവിടെ വന്നിട്ട് അങ്ങനെ വയറ് നിൽക്കണ്ടായിരുന്നു, അത്രയ്ക്ക് വലിയ വയറായിരുന്നു. പിന്നെ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി എനിക്ക് ഇല്ലാത്തൊരു കാര്യം സെക്കൻഡ് പ്രഗ്നൻസിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസിക്ക് ഇങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിക്ക് എനിക്ക് ഭയങ്കര യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നു. എപ്പോഴും എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നു. അങ്ങനെ തന്നെ എന്നെ കുറേ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ വെള്ളം കുടിക്കാത്തതുകൊണ്ട് എനിക്ക് എപ്പോഴും ക്ഷീണവും ഛർദിയും കൂടുതലായതുകൊണ്ട് ഫസ്റ്റ് പ്രഗ്നൻസിക്ക് ആയാലും ശരി സെക്കൻഡ് പ്രഗ്നൻസിക്ക് ആയാലും ശരി എപ്പോഴും ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇടേണ്ട ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ട്രിപ്പ് ഇട്ടാലേ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റും, എന്തെങ്കിലും ഉഷാറായിട്ടിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഏത് നേരം ഒന്നില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ട്രിപ്പ് കയറ്റി ഒരു 3-4 ദിവസം അഡ്മിറ്റ് ആക്കുമ്പോഴാണ് ഒരു ഉഷാർ വരുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും പണ്ടത്തെ ചക്കത്തെ എങ്ങുമ്പോൾ തന്നെ നമ്മൾ അതേപോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു. പലരും നമ്മളെ ചീത്തയൊക്കെ പറയും, ചിലർ നമ്മളിങ്ങനെ ആദ്യമായിട്ടാണോ ഗർഭിണിയാവണം, ഇവള് മാത്രമാണോ ഗർഭിണിയാവണം, ഇവളെന്താ പ്രഗ്നൻ്റ്, ഏത് നേരം കിടപ്പ്, ഇവൾക്ക് എന്താ അങ്ങനെ എന്നൊക്കെയുള്ള വർത്താനങ്ങളാണ്. അത് നമ്മളെ മെൻ്റലി ഭയങ്കരമായിട്ട് ഇഫക്റ്റ് കിട്ടും. നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും. അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമ്മൾ അത്ര നാളും കളിച്ചിരുന്ന ആൾ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവുകയാണ്. നമുക്ക് ഹോർമോണുകളുടെ ഒരു കളിയാണ് ആ ശരീരം. നമ്മളൊരു വേറൊരു മനുഷ്യക്കുഞ്ഞിനെയാണ് നമ്മൾ 10 മാസം വയറ്റി ചുമക്കാൻ പോകണം. അപ്പോൾ അതിൻ്റേതായ ശാരീരികമായും മാനസികമായുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമുക്ക് മാത്രമേ അറിയൂ. അപ്പോൾ അത് നമ്മൾ അനുഭവിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ നമ്മളെ കുറേ ഹേർട്ട് ചെയ്യും. പക്ഷേ ഹേർട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല, കാരണം അത് സത്യമാണ്. നമ്മൾ അഭിനയിക്കുന്നില്ല, അതൊക്കെ നമ്മുടെ നമുക്ക് അത്രയും പറ്റാണ്ടാണ് നമ്മൾ അങ്ങനെ ആവുന്നത് തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് ഡെലിവറി എൻ്റെ സരോജ ഹോസ്പിറ്റലാണ് നടന്നത്. പക്ഷേ ഫസ്റ്റ് ഡെലിവറി ഫുള്ളും ഞാൻ അവിടുത്തെ ഡോക്ടർ ശ്രീജ, എൻ്റെ ഫേവറേറ്റ് ഡോക്ടറാണ് ഡോക്ടർ ശ്രീജ. അത്രയും പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന, അത്രയും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ഡോക്ടറാണ്. എനിക്ക് വളരെ 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 എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റാണ് കേട്ടോ ഡോക്ടർ ശ്രീജ. അപ്പോൾ അത്രയും റെസ്പെക്റ്റും അത്രയും ഇഷ്ടമുള്ള ഒരു ഡോക്ടർ, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും കെയറിങ് ആണ്, നമ്മൾ അത്രയും സ്ട്രോങ് ആക്കുന്ന ഒരാളാണ് ആൾ. നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയല്ല. എനിക്കൊക്കെ ഫസ്റ്റ് ഡെലിവറിക്ക് കൊറോണയൊക്കെ വന്നിട്ടുണ്ട് 1.5 മാസമുള്ള. അപ്പോൾ ഞാൻ എന്നിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. ഓൾറെഡി എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട് പ്രഗ്നൻസിയുടെ. അതിൻ്റെ ഇടയിൽ കൂടെ കൊറോണ വരുമ്പോൾ അറിയാലോ, ശാരീരികമായും തലവേദന, തൊണ്ടവേദന, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതും ഒക്കെ കൂടി ഞാൻ ചത്തൊരവസ്ഥയാണ്. എൻ്റെ അമ്മയ്ക്ക് ഇരുന്ന് കരഞ്ഞ് നീ എന്തെങ്കിലുമൊക്കെ കഴിക്കില്ലെങ്കിൽ നീ ചത്തു പോകും എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അനുഭവമൊക്കെ എനിക്ക് ഫസ്റ്റ് ഡെലിവറിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നെ ആ ഡോക്ടർ അത്രയും എൻ്റെ അമ്മയും ഡോക്ടറും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ആങ്ങളയിലും എൻ്റെ അമ്മൂമ്മയിലും എല്ലാവരും എന്നെ, എൻ്റെ ഫാമിലിയിലായാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ അവിടെ നിന്ന് അതിജീവിച്ച് വന്നത്. കാരണം എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ഡെലിവറിയിൽ. സെക്കൻഡിൽ അത്ര ഉണ്ടായിരുന്നില്ല, എന്നാലും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇമ്മ്യൂണിറ്റി ഓൾറെഡി കുറവാണ്, പോണതൊക്കെ എന്നെ വന്ന് തട്ടിയിട്ട് പോകുള്ളൂ. അപ്പോൾ അങ്ങനെയുണ്ട് ഒരു കേസ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡെലിവറിയല്ല, പ്രഗ്നൻസി ഫുള്ളും ഡോക്ടറായിരുന്നു, സരോജയിലായിരുന്നു. ഡെലിവറി അവിടെ തന്നെയായിരുന്നു. ഡെലിവറി വളരെ സിമ്പിളായിരുന്നു. എനിക്ക് എന്നെ ഹോസ്പിറ്റലിൽ ഡേറ്റ് പറഞ്ഞത് 19-ാം തീയതി 15-ാം തീയതി ആയിരുന്നു. പക്ഷേ 4-ാം തീയതി ഞാൻ പ്രസവിച്ചു. ഒരാഴ്ച മുന്നായിട്ട് പ്രസവിച്ചു. എനിക്ക് പെയിനൊന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. നമുക്ക് ലാസ്റ്റ് സ്കാനിങ് ഉണ്ടാവില്ല. ആ ലാസ്റ്റ് സ്കാനിങ്ങിന് വേണ്ടി ഞാൻ അനിയൻ്റെ ഒപ്പം ബുള്ളറ്റിലാണ് പോയത്. പതുക്കെയാണ് അവനെ കൊണ്ടുപോയി, എന്നാലും ബുള്ളറ്റിലാണ് പോയത്. അപ്പം അന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ദൈവം
എന്നെ പിടിച്ച് അഡ്മിറ്റ് ആക്കാവോ, കാരണം ഇപ്പം എനിക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ അഡ്മിറ്റാക്കി. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ഒരു വട്ടം സ്കാൻ ചെയ്തിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു ഇരിക്കണം, ഒരു വട്ടം കൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതെന്താ എന്ന് വിചാരിച്ചു, പ്രസവിക്കാറായെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കൊരു വേദനയോ ബുദ്ധിമുട്ടോ ഇല്ല കേട്ടോ. എന്നിട്ട് എന്നെ കൊണ്ടുപോയി വീണ്ടും സ്കാൻ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലേബർ റൂമിൽ പോയിട്ട് സ്കാൻ ചെയ്ത റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവാൻ പറഞ്ഞു, കൺട്രാക്ഷൻ ഉണ്ട്, അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഡേറ്റ് ആയിട്ടുള്ള കിളി പോയി പോയി എനിക്ക് വേദന വലിയ വിലക്കൂലി പിന്നെ ഉടുക്കത്തെ പേടി, എനിക്ക് പേടിയെന്ന്. അപ്പം എൻ്റെ അനിയനെ അറിയാം എനിക്ക് ഉടുക്കത്തെ പേടിയാണ്. അവനോട് പറഞ്ഞു പേടിക്കുന്നു വേണ്ട, ഞാൻ അളിയനെ അമ്മോടൊക്കെ പറഞ്ഞിട്ട് വരാം, നീ എടുക്കുന്നു പറഞ്ഞിട്ട് എന്നെ ആക്കിയിട്ട് അവൻ പോയി. ഓൾറെഡി ബാഗും കാര്യങ്ങളൊക്കെ പാക്ഡ് ആയിരുന്നു, എപ്പോൾ വേണമെങ്കിൽ ആവാലും. അതുകൊണ്ട് പിന്നെ എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. നോച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ റൂം എടുത്ത് അവിടെ അഡ്മിറ്റ് ആവുകയാണ് ചെയ്യണേ. അഡ്മിറ്റായി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് പ്രസവിക്കുന്ന വരെ നമുക്ക് വേദന തന്നെയായിരിക്കും. വേദന എന്ന് പറഞ്ഞാൽ വേദന തന്നെയായിരിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു PV ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ വെറുത്തൊരു സംഭവം, എനിക്ക് ഇങ്ങനെ പേടിയുള്ള ഒരു സംഭവം വേറെ ഇല്ല. സത്യം പറയാലോ, PV ചെയ്യാൻ വരുമ്പോൾ എന്തോ കാലം വരുന്ന കൂട്ടാനെ കൊല്ലാൻ ഡോക്ടർ തന്നെ പറയുന്ന ഇതൊക്കെ ഞാൻ വരുന്ന കാണുമ്പോൾ ഏതോ കാലം വരുന്ന പോലെയാണ്. കാരണം ഞാനിങ്ങനെ പൊത്തി പിടിച്ചിരിക്കും, എനിക്ക് അത്രയ്ക്ക് പേടിയത്. വന്ന് PV ചെയ്യുന്നത് എല്ലാവർക്കും അറിയാലോ, അവരെ കൈ നമ്മുടെ ഗർഭപാത്രത്തിലോട്ടിട്ട് അത് വികസിച്ചോ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ അങ്ങനെ 10 സെൻറ്റിമീറ്റർ ആവണ വരെ ഇങ്ങനെ നോക്കും. അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ നമുക്ക് ഞാനൊക്കെ ഇങ്ങനെ അമ്മേന്ന് വിളിച്ച് ദൈവമേ ഡോക്ടറെ മതി എന്നൊക്കെ പറഞ്ഞ് ഒട്ടുക്കത്തെ കരച്ചിലായിരുന്നു. അപ്പോൾ ഡോക്ടറെ കഴിഞ്ഞ നമിതാ തലയിലൊക്കെ ഒഴിഞ്ഞ് കഴിഞ്ഞ നമിതാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യണേ. പക്ഷെ എന്നാലും ഭയങ്കര പേടി കേട്ടോ. അത് പ്രസവിച്ച് കഴിഞ്ഞാലും അത് ചെയ്യും. എത്ര തവണ ചെയ്തു എന്ന് എനിക്ക് എണ്ണാൻ പറ്റില്ല, എത്ര തവണ ചെയ്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ സെർവിക്സ് ഓപ്പൺ ആവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അഡ്മിറ്റ് ആക്കിയതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഒപ്പം വന്നവരൊക്കെ പ്രസവിച്ചു തുടങ്ങി, വേദന വന്നു തുടങ്ങി. എനിക്ക് മാത്രം പ്രസവ വേദന വരില്ല, ഒന്നും വരില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് വേദന വന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് വേദന വരുന്നില്ല ഡോക്ടർ എന്ന് പറഞ്ഞു. വിടാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ വേദന വന്നിട്ടില്ല എന്നാലും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല കോൺട്രാക്ഷൻ ഉണ്ടല്ലോ, പിന്നെന്താ എന്തായാലും നിന്നെ ഞാൻ ഇന്ന് പ്രസവിപ്പിക്കും എന്ന് പറഞ്ഞു ഡോക്ടർ കാലത്ത് വന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ച തിരിയുമ്പോൾ ട്യൂബ് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഉച്ച തിരിഞ്ഞ് വന്ന് ട്യൂബ് ഇട്ടു. ദൈവമേ ട്യൂബ് ഇട്ടപ്പോൾ ഞാൻ ഒന്നും പറയാനില്ല, എനിക്ക് പരലോകം കണ്ടില്ല. അങ്ങനെ ട്യൂബ് ഇട്ടു. ഡോക്ടർക്ക് അറിയാം ഞാൻ ഒന്നാമതൊരു വെടുത്തൂറിയാണെന്ന്, അതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ പറയണ്ടല്ലോ. അപ്പം അങ്ങനെ ട്യൂബ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്യൂബ് ഇട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറഞ്ഞു. കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സെർവിക്സ് ഓപ്പൺ ആവും. അപ്പോൾ ഓപ്പൺ ആകുമ്പോൾ അത് തന്നെ പോവും. അപ്പോൾ എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം നടന്നൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാധനം തന്നെ ഊരിപ്പോന്നപ്പോൾ അവർ ലാബ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എനിക്ക് ആ ട്യൂബ് ഇട്ടപ്പോഴേ തന്നെ ചെറിയൊരു വേദന വിലക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ട്യൂബ് പോയപ്പോൾ വേദന ഇത്തിരി കുറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് വീണ്ടും PV നോക്കലായി. അപ്പോൾ പറഞ്ഞു കുറച്ച് ഞങ്ങളുടെ ഓപ്പൺ ആയിട്ടുള്ള കുറച്ചും കൂടെ ഓപ്പൺ ആവാണ്ട് എന്ന് പറഞ്ഞു. നല്ലോണം നടക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു എന്താ പറയുക 4 മണി തൊട്ട് ഇങ്ങനെ നടക്കൽ തന്നെയായിരുന്നു, 5 മണി വരെയൊക്കെ നടക്കലായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ ചെറിയൊരു കഴപ്പ് കാലകഴപ്പ് തണ്ടൽ വേനൊക്കെ വരുന്ന പോലെ ഉണ്ട്. നമുക്ക് മെൻസസ് ആവാറുമ്പോൾ വരുന്ന പോലത്തെ ഒരു വേന വരുന്നുണ്ട്. അങ്ങനെ കുറേ നേരം നടന്നൊരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കും എനിക്ക് വേദന വന്നു തുടങ്ങി. പിന്നെ വേദന വരലിൽ പോക്ക് അങ്ങനെയായി. പിന്നെ അത് കുറച്ചും കൂടെ കൂടി. ഇപ്പം ഞാൻ നിലവിളിച്ച എൻ്റെ അമ്മയും ഭർത്താവായിരുന്നു റൂമിൽ. അവർക്ക് എൻ്റെ അമ്മ കരയിടുന്നു. എൻ്റെ മോളിങ്ങനെ കരയണ ആളല്ല, ഇവളിങ്ങനെ കരയണത് ആദ്യമായിട്ടാണ് കാണണേന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഹസ്ബൻഡാണെങ്കിൽ വീഡിയോ എടുക്കണോ അതിൻ്റെ ഇടയിൽ ചിരിക്കണോ കരയണോ എന്നറിയാണ്ട് ആൾ ഞാൻ കാണിക്കുന്ന കണ്ടിട്ട് 2 പേരും കൂടി തണ്ടൽ ഒഴിഞ്ഞേരൽ തന്നെയായിരുന്നു. ലാസ്റ്റ് അവർ പോയി നേഴ്സിനെ വിളിച്ചപ്പോൾ നേഴ്സ് പറഞ്ഞു ഇപ്പോൾ കൊണ്ടുവരണ്ട, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വേദന വരലും പോക്കല്ലേ, അങ്ങനെയാകുമ്പോൾ അവിടെ വന്ന് ഒറ്റയ്ക്ക് ഇടുന്നത് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാവും. നല്ല നിർത്താതെ പെയിൻ വരുമ്പോൾ വന്ന് പറഞ്ഞാൽ മതി, അതുവരെ നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്തിരുന്നാൽ മതി. അങ്ങനെ വരുമ്പോൾ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 6 മണി കഴിഞ്ഞതോടുകൂടി വേദന ഹൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയി തുടങ്ങി. ഒരു 6:30 ആയപ്പോഴത്തേനും വന്നിട്ട് എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ ജാതി തമാശയായിരുന്നു കേട്ടോ. കാരണം വേദന വരുമ്പോൾ ഞാൻ പറയും ഡ്രസ്സ് മാറ്റി. അപ്പം നേഴ്സുമാർ ഡ്രസ്സ് മാറ്റും. അത് കഴിഞ്ഞ് ഞാൻ അയ്യോ വേദന വന്നോ നിൽക്ക് എന്ന് പറയും. അപ്പോൾ അവർ ഒഴിഞ്ഞു തരും. അപ്പോൾ ഞാനൊക്കെ ഒഴി എന്ന് പറയും. അപ്പോൾ അവർ ഒഴിയും. അങ്ങനെയാണ് ഡ്രസ്സ് മാറിയത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു മീര എന്ന് പറയുന്ന ഡോക്ടറുണ്ട് അവിടെ. ആൾ വന്ന് വെള്ളം പൊട്ടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആൾ കത്രിക വെച്ച് കയ്യിൻ്റെ ഇടയിൽ കൂടെ കത്രിക വെച്ച് നീളത്തിലൊരു കത്രിക വെച്ച് അങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് വെള്ളം പൊട്ടിച്ച് കളഞ്ഞൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതൊന്നും വേദന എടുത്തില്ല. വെള്ളമൊക്കെ പൊട്ടിച്ച് കളഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് വേദന ഹയ്യായി. പിന്നെ എനിക്ക് പ്രസവിച്ചാൽ മതി ഇങ്ങനെ മുക്കാൻ പോണ പോലെ തോന്നിയിട്ടൊക്കെ ഞാൻ ലാസ്റ്റ് അയ്യോ എനിക്ക് മുക്കണം എനിക്ക് വയ്യേ എന്നൊക്കെ റോളി തുടങ്ങി. ഇതൊന്നും അല്ല കേട്ടോ, ഭയങ്കര ഓളിയായിരുന്നു.
ഡോക്ടർ അയ്യോ ഇതേ ഓളിയിടല്ലേ ആൾക്കാരെ എന്താ വിചാരിക്കുക, പതുക്കെ പതുക്കെ. അപ്പം ഞാൻ അയ്യോ എനിക്ക് മതിയേ, ഞാൻ കട്ടിലുമെന്നൊക്കെ വീഴാൻ പോവാ, നേഴ്സുമാരെ ഒഴിഞ്ഞു തരണേ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് നേഴ്സുമാരൊക്കെ വന്ന് ഒഴിഞ്ഞു തരില്ല. ഭയങ്കര സപ്പോർട്ടാണ്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലായതുകൊണ്ട്, പിന്നെ സരോജ ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് ഫേവറേറ്റ് ആണ്. അവിടെ ഭയങ്കര സപ്പോർട്ടിങ് ആണ് നേഴ്സുമാർ, ഭയങ്കരമായിട്ട് തണ്ടലും കാലൊക്കെ ഒഴിഞ്ഞു തരും കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമിത മുക്കിക്കോ എന്ന് പറഞ്ഞു. ഡോക്ടർ വന്ന് അവിടെ ഇരുന്നു. ഞാൻ മുക്കി അങ്ങനെ ഒരു 8ാമത്തെ മുക്കായപ്പോഴത്തേനും ഡോക്ടർ അവിടെ സൈഡ് വെട്ടി. അത് ഞാൻ അറിഞ്ഞു. പക്ഷേ എനിക്ക് അത്ര മറ്റേ തണ്ടൽ വേദന കാരണം എനിക്ക് മറ്റേ വെട്ടിയ വേദനയൊന്നും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ 8ാമത്തെ മുക്കായപ്പോൾ കുട്ടി പോന്നു. സത്യത്തിൽ ഞാൻ ആൺകുട്ടിയാവുമെന്ന് വിചാരിച്ച്, പക്ഷേ ഗേൾ ബേബി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഗേൾസിന് ഇഷ്ടമാണ്. പക്ഷെ എല്ലാവരും എനിക്ക് ആൺകുട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ആൺകുട്ടി ആദ്യം വേണമെന്നുണ്ടായിരുന്നു, പിന്നെ ഒരു പെൺകുട്ടി, അതായിരുന്നു ആഗ്രഹം. പക്ഷെ പെൺപിള്ളേരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ എന്താ പറയുക, അത് നമ്മൾ ആൾക്കാരിങ്ങനെ പറഞ്ഞ് നമ്മൾ ആൺകുട്ടിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഗേൾ ബേബി ആയിരുന്നു. കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല. ആണായാലും പെണ്ണായാലും ഒക്കെ കണക്കാണ്. അതൊക്കെ നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും. മെയിനായിട്ട് നമ്മൾ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ നല്ലപോലെ വളർത്തുക. ബാക്കി വലുതാകുമ്പോൾ ആണായാലും പെണ്ണായാലും ഒക്കെ അത് അവരുടെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടല്ല കുട്ടികളെ ഉണ്ടാക്കണം. നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുണ്ടാവുന്നു, അവർ നോക്കാണ്ടിരിക്കുക, അതൊക്കെ അവരുടെ ഇഷ്ടം. നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അപ്പോൾ അങ്ങനെ അതൊക്കെ വിടും. അപ്പം അങ്ങനെ എൻ്റെ പ്രസവമൊക്കെ കഴിഞ്ഞു. എനിക്ക് ഗേൾ ബേബി ആണെന്നൊക്കെ പറഞ്ഞു. പ്ലാസിൻ്റെ ഒക്കെ എടുത്ത് കളഞ്ഞ് അവിടെ ക്ലീനൊക്കെ ആക്കും. ഡെലിവറി കഴിഞ്ഞാലും വേദന തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും കൈയിട്ട് പ്ലാസിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കളയുമ്പോൾ അത് വേറെ വേദന. സ്റ്റിച്ചിട്ടുണ്ട്, നമ്മളുടെ അടിഭാഗത്തൊക്കെ സ്റ്റിച്ചിട്ടുള്ള അവസ്ഥ സ്റ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, എൻ്റെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാ സ്ത്രീകൾക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡോക്ടർ പറഞ്ഞു മൂത്രം ഒഴിച്ചിട്ട് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ പ്രസവം കഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്കൊരു വിറയൽ വരും. അതെനിക്ക് 2 പ്രഗ്നൻസിക്ക് ഉണ്ടായിരുന്നു, 2 ഡെലിവറിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വിറയൽ, ഷിവറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഐസും കട്ടയിലിട്ട പോലെ ശരീരം മുഖം ഒക്കെ ഇങ്ങനെ വിറക്കിയിരുന്നു. എൻ്റെ പേടിച്ചിട്ടാണോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അതെനിക്ക് ഫസ്റ്റത്തേലും സെക്കൻഡേലും ഉണ്ടായിരുന്നു. ഭയങ്കര തണുന്നിട്ട് എന്നെ പൊതച്ചെന്ന് AC ഒക്കെ ഓഫ് ചെയ്ത് ഫാനൊക്കെ ഓഫ് ചെയ്ത് തന്നെ പൊതച്ചെന്ന് ചൂടുള്ള ചായയൊക്കെ തരും. അങ്ങനെയൊക്കെ തന്ന് കുറച്ച് കഴിയുമ്പോൾ അവരെന്തൊക്കെയോ ട്രിപ്പുകളൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ കഴിയുമ്പോൾ സെറ്റാവും. അങ്ങനെ ഞാൻ 2 ഡെലിവറിക്കും വേഗം തന്നെ വെള്ളം കുടിച്ച് വേഗം തന്നെ യൂറിൻ പാസ് ചെയ്ത് വേഗം തന്നെ റൂമിലേക്ക് പോയിട്ടോ. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ദൈവം സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും ഡെലിവറി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഡെലിവറി അല്ലെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസി ഫുള്ള് ഞാൻ കുറച്ച് നാൾ ഞാൻ ഗവൺമെൻറ് ഇരിഞ്ഞാലക്കുടയിൽ കാണിച്ചു, ഒരു 3 മാസം വരെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മരുന്നിന് അലർജി ഉണ്ട്. ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് എനിക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ അലർജിയാണ്. എനിക്ക് ഡ്രഗ് അലർജി ഉണ്ട്. അനസ്തീഷ്യ ഒന്നും അങ്ങനെ തരാൻ പറ്റില്ല പെട്ടെന്ന്. അപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് വേണം. അപ്പം എല്ലാവരും പറഞ്ഞു എന്തെങ്കിലും കേസ് വന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞേക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഈ ഛർദിയും കാര്യങ്ങളൊക്കെ കാരണം 4 മാസം തൊട്ട് എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ കുറച്ച് നാൾ കിടന്നിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഞാൻ ടു ബി ഓണസ്റ്റ് സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് മെഡിക്കൽ കോളേജിൽ പ്രസവിക്കണം എന്ന് എന്നെ പ്ലാൻ ചെയ്തിട്ടാണ് പോയി. കുറച്ച് പൈസയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടുത്തെ കുറച്ച് സംഭവം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മെയിൻലി ഡെലിവറി റൂം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പേഷ്യൻ്റ്, നമ്മൾ പ്രഗ്നൻ്റ് ആണ്, നമുക്കൊക്കെ വേഗം ഇൻഫെക്ഷൻ കിട്ടും, നമ്മുടെ വയറ്റിലൊരു കുഞ്ഞ് എടുക്കുന്നതാണ്. അവിടെ എന്ത് വന്നാലും നമ്മളെ പിടിച്ച് അഡ്മിറ്റ് ആക്കും, മനസ്സിലായോ? എന്ത് വന്നാലും പിടിച്ച് അഡ്മിറ്റ് ആക്കും ചെയ്യും. വെള്ളമുണ്ടും വെള്ളഷർട്ട് ഇടാൻ പാടില്ല, അടിയിലൊന്നും ഇടാൻ പാടില്ല, വാപനങ്ങളൊന്നും ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എന്ത് കേസ് പോയാലും നമ്മളെ പിടിച്ച് അഡ്മിറ്റ് ആക്കും. ചെറിയ കേസായ പോലെ അവർ നോക്കി വിടില്ല, അവരെ അഡ്മിറ്റ് ആക്കും. പക്ഷേ സ്കാനൊക്കെ ചെയ്ത് വേഗം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. പക്ഷെ അവർ വേഗം അഡ്മിറ്റ് ആക്കും. അഡ്മിറ്റ് ആക്കുക മാത്രമല്ല, ഈ PVGയിലാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അവർക്കൊരു റൂളുണ്ട്, അവിടെ ചെന്ന വശം വെയിനിൽ കാനുലിടണം, PV നോക്കണം. ആ റൂളുകൾ അവർ ഫോളോ ചെയ്യും, നമുക്ക് എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ അതൊരു 3 വട്ടം ഞാൻ അനുഭവിച്ചു, 3-4 വട്ടം ഞാൻ അനുഭവിച്ചു. അത് എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു. കാരണം എനിക്ക് രാത്രിയൊന്നും അവിടെ പോയിട്ട് ഉറക്കം വരുന്നില്ല. കാരണം എനിക്ക് വേഗം ഒന്ന് പുറത്തേക്ക് വന്നാൽ മതി എൻ്റെ മോളെ കാണണം എന്നുള്ള വിചാരം. പിന്നെ എനിക്ക് അവിടെ ഹൈജീൻ അല്ല, അതാണ് മെയിൻ. ബ്ലഡൊക്കെ ആയ ഷീറ്റിലാണ് നമ്മളെ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ എടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇരിക്കുക, എടുക്കണില്ലേ ഞാൻ. എന്നിട്ട് ഡോക്ടേഴ്സ് നോക്കി മോളെന്താ ഇങ്ങനെ ഇരിക്കണേ, 1 മണി 2 മണി എടുക്കണില്ലേ? ഞാൻ എടുക്കണില്ലേ, കാരണം എനിക്ക് ആ ബെഡ് എനിക്ക് നോക്കി എടുക്കാൻ പറ്റില്ല. ഒരു റബ്ബർ ഷീറ്റാണ്, ആ റബ്ബർ ഷീറ്റിൽ ഫുൾ ബ്ലഡാണ്. മറ്റ് സ്ത്രീകൾ പ്രസവിച്ചതിൻ്റെ ആണോ എന്തിൻ്റെ ആണോ വലിയ ബ്ലഡാണ്. അതിൽ ഞാൻ ഇങ്ങനെ എടുക്കും. പിന്നെ ഇവിടെ വീട്ടിൽ നിന്ന് വന്ന് വിരിയൊന്നും അതുമ്പോൾ വിരിക്കാനും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഞാനത് കാരണം കിടന്നിട്ടേ ഇല്ല, ഞാൻ ഇരുന്ന് തൂങ്ങി പുതച്ചുറങ്ങായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. നമ്മളെ പ്രൈവറ്റിൽ കെയർ ചെയ്യുന്ന പോലെയൊന്നും അവിടെ കെയർ ചെയ്യില്ല. അവിടെ നിന്ന് ബാത്റൂമിലേക്ക് പോകാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് മുണ്ടെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കയ്യിൽ ക്യാനിൽ കെട്ടി ഇവിടെ നീര് വന്നിട്ട് എനിക്ക് മുണ്ടെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു സിസ്റ്റർ അടുത്തൊരു ഹെൽപ്പ് ചോദിച്ചു, എനിക്കൊന്ന് മുണ്ടെടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ബാത്റൂമിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ബാത്റൂം അവിടെ ഉണ്ട്, അങ്ങോട്ട് പിടിച്ച് പൊക്കോ എന്ന് പറഞ്ഞു. ആ സ്ഥാനത്ത് പ്രൈവറ്റിലാണെങ്കിൽ നമ്മൾ കാശ് കൊടുക്കുന്നതിന് വിലയുണ്ട്, പിന്നെ അവർക്കൊരു മനസ്സാക്ഷി എന്നൊക്കെ പറയാം.
അവരാണെങ്കിൽ ആ പിടിച്ചു കൊണ്ടു. ഇവരോ എനിക്ക് പറ്റണില്ല, എനിക്ക് കൈ വേദന എടുക്കുന്നുണ്ട്, നടക്കാൻ പറ്റണില്ല. കാരണം ഒരു കമ്പി പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിട്ടിട്ടാണ് PV നോക്കണത്. അപ്പം നിങ്ങൾ ആലോചിക്കണം, അത് വേറെ വേദന. അത് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ, ആ ഇൻസ്ട്രുമെൻറ്റ് കണ്ടപ്പോൾ തന്നെ പേടിയായി. പിന്നെ അവർ കുറച്ച് ജെല്ലൊക്കെ പരട്ടിയിട്ടാണ് ചെയ്യാന്നാലും പെയിനുണ്ട്. ഞാൻ ഒരു വട്ടം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തൊരു ചേച്ചി കിടന്ന് അലറിക്ക് അറിയുന്നുണ്ട് കേട്ടോ. വെറുതെ കിടക്കുക, അതിൻ്റെ അടുത്ത് വേറെ സിസ്റ്റർമാരെയൊന്നും ഞാൻ കണ്ടില്ല. അതിങ്ങനെ അലറിക്ക് അറിയുന്നുണ്ട്. അപ്പം അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് പോകുന്നുണ്ട്, കട്ടക്കട്ടയായിട്ട് ബ്ലഡ് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ കുട്ടി പ്രസവിക്കുകയാണോ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്കാണെങ്കിൽ എൻ്റെ കാര്യം ആലോചിച്ച് പേടി. എൻ്റെ ഇടയിൽ കൂടെ ഇപ്പം തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയാണ്. എനിക്കത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ ഇത് പ്രസവിക്കുകയാണോ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് അപ്പുറത്തൊരു നേഴ്സ് വന്നിട്ട് പറയുന്നത്, നല്ലോണം മുക്കി കൊടുക്ക്, എന്നാലേ വിരലോട്ടാ പെയിൻ വരുമ്പോൾ മുക്കി കൊടുക്കട്ടാ പറഞ്ഞിട്ട് ആൾ പോയി. അപ്പോൾ ഇതാണെങ്കിൽ അവിടെ കിടന്ന് സിസ്റ്ററേ അങ്ങനെ ഇങ്ങനെ നോക്കി വെച്ച് കിടന്ന് ഭയങ്കര കരച്ചില്ല. അതുകൂടെ കണ്ടപ്പോൾ എൻ്റെ എല്ലാം പോയി. പിന്നെ കാശില്ലാണ്ട് നല്ലോണം പ്രസവിക്കാം, കാശില്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാം. എന്നാലും കാശ് ഉണ്ട്. ചില കാര്യങ്ങൾക്ക് അവർ പുറത്തേക്ക് മരുന്ന് എഴുതുക, പുറത്തേക്ക് ഡ്രസ്സ്, അങ്ങനെ പുറത്തേക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ എഴുതുമ്പോഴും അത്യാവശ്യം പോക്കും വരവും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പ്രൈവറ്റിൻ്റെ അത്രയ്ക്ക് കാശില്ലെങ്കിലും മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഗവൺമെൻറ് ആയാലും പൈസ ചിലവൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പിന്നെ അത്ര ചിലവില്ലാണ്ട് കാര്യങ്ങൾ നടത്താമെന്ന് മാത്രം. പക്ഷേ മെൻ്റലി ഫിസിക്കലി ആ പേഷ്യൻ്റ് എന്തെല്ലാം അനുഭവിക്കുന്നു എന്ന് ആരും അറിയില്ല കേട്ടോ, ആ ലേബർ റൂമിലായാലും എവിടെയാലും. ഇപ്പോൾ ചിലവർക്ക് ഓക്കെ ആയിരിക്കാം മെഡിക്കൽ കോളേജിൽ ചില കാര്യങ്ങൾ. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഈ സ്ത്രീ അപ്പുറത്ത് കിടന്ന് പ്രസവിക്കുകയാണോ എന്താ സംഭവം നിൽക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മുക്കി കൊടുക്കുക, വേദന എടുക്കണമെങ്കിൽ മുക്കി കൊടുക്കുക, പ്രസവിക്കാനോ എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ അടുത്ത് ആൾ സപ്പോർട്ട് ചെയ്യാനില്ല, എല്ലാവരും പോവുകയാണ് അങ്ങനെ പറഞ്ഞിട്ട്. അത് ഒറ്റയ്ക്ക് കിടന്ന് അവിടെ സ്ട്രഗിൾ ചെയ്യാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായി. ആക്ച്വലി പ്ലാസൻ്റയ്ക്കാണ് ആദ്യം പൊട്ടി ഇങ്ങനെ ഇതായിട്ട് വരണേ, കുട്ടി വരുന്നത് കാണാനില്ല. പിന്നെ എനിക്ക് മനസ്സിലായി അബോഷനാണ് അവിടെ നടക്കണേന്ന്. അപ്പോൾ അങ്ങനെ ലൈവായിട്ട് ഞാനൊരു അബോഷനും കണ്ടു അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ. അപ്പോൾ അത് ഭയങ്കര ഒരു ഇത് എനിക്ക് എന്താ അങ്ങനെ മെഡിക്കൽ കോളേജിലത്തെ ഒരു ഇത് ഡെലിവറി റൂമെന്ന് കേട്ടാൽ എനിക്ക് പേടിയാണ്. അവിടെ ചെന്നാൽ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞാൽ എനിക്ക് കൊല്ലണേരുന്നില്ല കേട്ടോ. വാർഡിലേക്ക് കൊണ്ടാൽ അത്ര ടെൻഷനില്ല, ഈ ഡെലിവറി റൂമിൽ കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കുറച്ചൊരു 8 മാസത്തോളം എൻ്റെ മെഡിക്കൽ കോളേജിൽ പോയത്. പിന്നെ അവർ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതിയെടുക്കും. ഡ്രഗ് അലർജി ഉള്ളതുകൊണ്ട് ചില കേസിൽ ഓപ്പറേഷൻ വന്നാൽ, അനസ്തേഷ്യ തരേണ്ട വന്നാൽ, എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ട് എഴുതിക്കുക. അതായത് റൂൾസാണ് അവരുടെ. അതേപോലെ തന്നെ 7 മാസം 8 മാസമുള്ള ഒരു വട്ടം അഡ്മിറ്റ് ആക്കിയപ്പോൾ അവർ പറഞ്ഞു വേദന വരികയാണ്. എനിക്ക് വയറുവേദനയായിട്ട് പോയിട്ടുണ്ടായി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാരം എടുക്കേണ്ട വന്നു. ഭാരമുള്ള സാധനം എടുത്തപ്പോൾ വയറുവേദന വന്നു, ബക്കറ്റ് വെള്ളം നിറച്ചെടുത്തപ്പോൾ. അപ്പോൾ വയറുവേദന വന്നിട്ട് പോയി. വയറുവേദന വന്ന് പോയപ്പോൾ അവരിതുപോലെ അഡ്മിറ്റ് ആക്കിയപ്പോൾ അന്നും ഇതുപോലെ ഒപ്പിട്ട് എഴുതി വാങ്ങിച്ചു. 7 മാസത്തിൽ 8 മാസത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വേദന വരുവാണെങ്കിൽ ഞങ്ങൾ മരുന്ന് വെച്ച് ഇൻഡ്യൂസ് ചെയ്ത് പ്രസവിപ്പിക്കും. അപ്പോൾ പ്രീമച്ചർ ബേബി ആവുമായിരിക്കുമല്ലോ, ഇപ്പോൾ രക്ഷപ്പെടാതിരിക്കാം. അപ്പം അങ്ങനെ കുറേ ഞാൻ അവിടെ ടെൻഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ, മാനസികമായിട്ടും ഫിസിക്കലി. പിന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ശ്രീജ ഡോക്ടറെ അടുത്തേക്ക് എത്തിയാൽ മതി, സരോജ ഹോസ്പിറ്റലായാലേ എനിക്ക് അങ്ങനെ പ്രസവിച്ചാൽ മതി എന്ന് ഞാൻ ദൈവത്തിനെ എങ്ങോട്ടെങ്കിലും കാശ് കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് എങ്ങനെയെങ്കിലും പ്രസവിക്കാം എന്നൊക്കെ വിചാരിച്ച്. പിന്നെ ലാസ്റ്റ് ഇതേപോലൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഇതുപോലെ വേദന വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് എപ്പോഴും എനിക്കില്ലാത്തൊരു ഫീലിംഗ് ആണ്. കൊച്ചാണെങ്കിൽ മണിക്കൂറോളം അനങ്ങാതിരിക്കും. അപ്പോൾ എനിക്ക് ലാസ്റ്റ് സമയമായിരിക്കും പേടിയാണ്, ഇങ്ങനെ എനിക്കില്ലാണ്ടായി വയറ്റി വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലോ. അങ്ങനെ അനുഭവമുള്ളവരുണ്ട് എൻ്റെ ബന്ധത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ, നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ പോയി എന്ന് അറിയുമ്പോൾ ഒരു വിഷമല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, മെഡിക്കൽ കോളേജിലേക്ക് പോയി അവർ പിടിച്ച് അഡ്മിറ്റ് ആക്കും, നമുക്ക് ജസ്റ്റ് അറിയാം കുട്ടിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ, നമുക്ക് സരോജിക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എനിക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി മറ്റേ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സാധനത്തിൽ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ എന്താ മോൾ ഇവിടെ കാണിക്കാണ്ട് മെഡിക്കൽ കോളേജിൽ പോയേ എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആളുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഡോക്ടറെ അടുത്ത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ആൾ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ആ കുട്ടി ഫിസിക്കലി മെൻ്റലി അവിടെ ഓക്കെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെ നിർബന്ധിക്കുന്നത്, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്ത് ആക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം പിന്നെ കൊച്ചിന് ആക്സലറേഷൻ കുറവായിരുന്നു, ഹാർട്ട് ബീറ്റ് നോക്കുമ്പോൾ ആക്സലറേഷൻ കുറവായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അധികം നാൾ നീണ്ടുപോയാൽ ചിലപ്പോൾ ഓപ്പറേഷനിലേക്ക് കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അത് കാരണം അധികം നീട്ടി കൊണ്ടുപോകേണ്ട ഡേറ്റ് വരെ നമുക്ക് ഇവിടെ തന്നെ വേഗം മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാം, ആക്സലറേഷൻ വളരെ കുറവാണ്, നോക്കുമ്പോൾ ആക്സലറേഷൻ കുറവാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ലാസ്റ്റ് എൻ്റെ ആഗ്രഹം പോലെ അവിടെ തന്നെ പ്രസവിച്ചത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 8 മുക്ക് മുക്കുമ്പോഴേക്കും കുട്ടി വന്നു. ഇപ്രാവശ്യം 3ാമത്തെ മുക്കിന് ദൈവം സഹായിച്ച കുട്ടി പോകുന്നു. അതുപോലെ യൂറിൻ പാസ് ചെയ്ത് വേഗം തന്നെ റൂമിലേക്കൊക്കെ കൊണ്ടുപോയി. പക്ഷെ സ്റ്റിച്ച് ഇപ്രാവശ്യം വീണ്ടും സൈഡിൽ വീണ്ടും കയറി സ്റ്റിച്ച് ഇട്ടു കേട്ടോ.
പക്ഷെ ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബ്ലഡ് ഭയങ്കര കുറവായിരുന്നു. അപ്പം എന്നെ ബ്ലഡ് കുറവായതുകൊണ്ട് എന്നെ ICUയിൽ വെച്ച് ബ്ലഡൊക്കെ ഒരു കുപ്പി കയറ്റിച്ചായിരുന്നു. അപ്പോൾ ബ്ലഡൊക്കെ മുമ്പേ അറേഞ്ച് ചെയ്ത് വെക്കണം, ബി പോസിറ്റീവാണ്. അപ്പോൾ ലാസ്റ്റ് ടൈമിലല്ല അങ്ങോട്ട് പോയത്. അപ്പോൾ ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞു. എൻ്റെ ആങ്ങളെ ഹസ്ബൻഡൊക്കെ കൂടി ബ്ലഡൊക്കെ സെറ്റാക്കി വെച്ചു. അങ്ങനെ ഒരു കുപ്പി ബ്ലഡ് ICUയിലൊക്കെ വെച്ച് കയറ്റി. അത് പറയാൻ നല്ല സിമ്പിളാട്ടോ, പക്ഷെ എനിക്ക് ICUയിലൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ മോളെ കാണണം അങ്ങനെയായിരുന്നു ഉള്ള ചിന്തയായിരുന്നു. അങ്ങനെ ദൈവം സഹായിച്ചൊന്നും സംഭവിച്ചില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രഗ്നൻസി ടൈം ഫുൾ ബുദ്ധിമുട്ടായിരുന്നു, ഛർദി കാര്യങ്ങളൊക്കെ ആയിട്ട്. ആഫ്റ്റർ ഡെലിവറി എനിക്കൊരു 2 മാസത്തോളം ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രഗ്നൻസിക്ക് അതെ, എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിക്ക് അതെ, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഒരേപോലെയായിരുന്നു. എനിക്ക് മോഷൻ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് വല്ലാതെ അനുഭവിച്ചിട്ടുണ്ട് ആ ടൈമിൽ. കാരണം മോഷൻ എനിക്ക് പോവേയില്ല. എനിക്ക് ലാസ്റ്റ് ഡോക്ടർ ലൂസ് മോഷൻ്റെ ഗുളിക, ലൂസ് മോഷൻ്റെ മരുന്ന് ഹൈ ഡോസിലുള്ളത് 2-3 കുപ്പി വരെ പല രീതിക്ക് തന്നോക്കിയിട്ട് പോലും എനിക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എനിക്ക് 3 ദിവസം 4 ദിവസമൊക്കെ അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് എനിമി എടുക്കൽ തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ പോകുമ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ ബ്ലഡ് അടക്കം അങ്ങനെ പോകും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. എന്തോ കല്ല് വന്ന് നിൽക്കുന്ന കൂട്ടാണ്. എന്നാൽ പോവില്ല, എന്നാൽ മുക്കാനും പറ്റില്ല. സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, മുക്കി കഴിഞ്ഞാൽ സ്റ്റിച്ച് വലിഞ്ഞതിൻ്റെ വേദന. ഞാൻ ബാത്റൂമിലൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഒന്ന് ദൈവത്തിനെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. അത്രയും ഞാൻ എൻ്റെ അമ്മയ്ക്കും ഹസ്ബൻഡിനും എൻ്റെ അമ്മൂമ്മയ്ക്കൊക്കെ അറിയാൻ അത്രയ്ക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈ മോഷൻ പോകാണ്ട് ഇങ്ങനെ ഒരു കല്ല് വന്നിരിക്കുന്ന കൂട്ട് ഫീലാണ്. ഇരിക്കാനും പറ്റില്ല. അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റിച്ചിൻ്റെ വേദന, അതിൻ്റെ ഇടയിൽ കൊച്ചിന് പാൽ കൊടുക്കുക, അത് കരയും. മൂത്ത കൊച്ചിൻ്റെ ആദ്യത്തേലും അങ്ങനെ തന്നെയായിരുന്നു ഈ ബുദ്ധിമുട്ട്. ഈ ബ്ലഡ് പോവുക, മോഷൻ പോകുമ്പോൾ അതുപോലെ പൊട്ടുക, നമ്മുടെ ആ ഏരിയ പൊട്ടി കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തം എടുക്കത്തെ പെയിനാണ്. പിന്നെ നമുക്ക് നിൽക്കാനോ ഇരിക്കാനോ എടുക്കാനോ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഭാഗം മൊത്തം പെയിനാണ്. 2-3 ദിവസമൊക്കെ ഞാൻ പെയിൻ കില്ലർ കഴിച്ചിട്ട് ആ വേദന ഇല്ലാണ്ടിരുന്നത്. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ആഫ്റ്റർ ഡെലിവറി അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡോക്ടർമാർ പറയും കുറേ വെള്ളം കുടിക്കണം, കുറേ പച്ചിലകൾ കഴിക്കണം, നെയ്യ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് മോഷൻ പോയില്ല. അതാണ് എനിക്ക് ആഫ്റ്റർ ഡെലിവറി സഹിക്കാൻ പറ്റാത്ത എപ്പോഴും പേടിയുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഈ സ്റ്റിച്ചിട്ട സമയത്ത് ഈ മോഷൻ പോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് കരയും ഞാൻ. എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എനിക്കിതൊന്നും പോകാണ്ട്, എനിക്ക് വേദന മാനസികമായി പോകാണ്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വയറ് നിറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കടന്ന് ഇവിടം വരെ എത്തി. 2 പിള്ളേരെ പ്രസവിച്ച എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് അമ്മയാവാൻ എളുപ്പമല്ല. ഒരുപാട് ക്ഷമ വേണം, ഒരുപാട് വേദനകൾ സഹിക്കണം. പ്രസവിച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾ ഏറ്റവും ആ സ്ത്രീക്ക് ഇമ്പോർട്ടൻസ് നൽകേണ്ടത് എന്ന് ഞാൻ പറയും. കാരണം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. കാരണം ഞാൻ അതിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. നമുക്ക് മൂഡ് സ്വിങ്സ്, നമുക്ക് കരയാൻ തോന്നും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും, ഹൈ ആയിട്ടുള്ള ദേഷ്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ ഈ അന്യൻ്റെ പോലെയാണ്. ഇടയ്ക്ക് ദേഷ്യം വരും, ഇടയ്ക്ക് പാവാവും, ഇതാണ് അവസ്ഥ. അതെന്തുകൊണ്ടാണ് പിന്നീട് ആലോചിക്കുമ്പോൾ ഞാൻ എന്തെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നും. എനിക്ക് കുട്ടികളെ വരെ ഉപദ്രവിക്കാൻ തോന്നും. ചില സമയത്ത് എനിക്ക് സ്വയം എന്തെങ്കിലും നമുക്ക് ചത്താൽ മതി അങ്ങനെയൊക്കെ തോന്നുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ പ്രസവിച്ചൊക്കെ എടുക്കുന്ന സ്ത്രീക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് നൽകണം. നിങ്ങൾ അവരെ സ്നേഹിച്ചാലേ അവർക്ക് ആ കൊച്ചിനെ സ്നേഹിക്കാൻ തോന്നും. നിങ്ങൾ അവരെ സ്നേഹിച്ചാലേ അവർ മെൻ്റലി ഓക്കെ, ഫിസിക്കലി അവർ ഓക്കെ അല്ല, അവരെല്ലാം തകർന്നിരിക്കുകയാണ്. മാക്സിമം ഒരു 3 മാസം 6 മാസം എടുക്കും അവരുടെ ആ പഴയ രീതിയിലേക്ക് അവരെത്താൻ. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്ന അതേ കെയറിങ് തന്നെ ആ സ്ത്രീക്കും കൊടുക്കണം. ആ സമയത്ത് അവരുടെ മനസ്സ് വളരെ കൊച്ചുങ്ങളുടെ പോലെയാണ്. അപ്പോൾ കെയറിങ് കൊടുത്തേ പറ്റൂ. എല്ലാ കാര്യവും സ്വാമി ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിക്ക് നടത്തി തന്നു. അങ്ങനെ എന്താ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡെലിവറിയൊക്കെ ഈ പഴയ പ്രോസസ്സ് തന്നെ, ട്യൂബ് ഇടുക, കാര്യങ്ങൾ നമുക്ക് എനിമ തരിക, ഇതൊക്കെ തന്നെ സെയിം പ്രോസസ്സ് തന്നെയായിരുന്നു ഇവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ. വലിയ സംഭവങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഉള്ള പോലെയൊക്കെ തന്നെ. അപ്പം എന്താ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു. നിങ്ങളുടെ എങ്ങനെയാണെന്ന് നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നോ, വേദന കാര്യങ്ങൾ ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ പറയാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മറക്കാ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.